ഒന്ന് ആലപ്പുഴയിൽ KPCC നേതാവിന്റെ പത്രസമ്മേളനം നടന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു പ്രജി, എനിക്കതിനെക്കുറിച്ച് മറുപടിയും പറയാനുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെയല്ലേ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ആ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് CPM-ന്റെ ആളുകൾ വരാത്തത്. ഞങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. ആളുകൾ പൊട്ടിത്തെറിക്കട്ടെ. പൊട്ടിത്തെറിക്കുമ്പോൾ പരിക്കേൽക്കുന്നുണ്ടോ എന്നാണല്ലോ നോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പൊട്ടിത്തെറികൾ കൊണ്ടൊന്നും പരിക്കേൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല. അതിനേക്കാൾ വലിയ ജനങ്ങളുടെ വലിയ കവചം ഇന്ന് കോൺഗ്രസിനെയും UDF-നും സംരക്ഷിക്കാനുണ്ട്. അതുകൊണ്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വ്യക്തിപരമായി ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ, വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോഴേ പൊട്ടിത്തെറിക്കുന്നതിൽ പേടിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഇനി അവരൊക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പാർട്ടിയിൽ അവഗണന നേരിടുന്നതിന്റെ പേരിലാണോ? സ്ഥാനമാനങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിലാണോ? പാർട്ടി കമ്മിറ്റിയിൽ വിളിക്കാത്തതിന്റെ പേരിലാണോ? പാർട്ടിയുടെ സ്വന്തം സഖാക്കന്മാർ തന്നെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അച്ഛനെ വിളിക്കുന്നതിന്റെ പേരിലാണോ? അല്ലല്ലോ. അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പാർലമെന്ററി മോഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം പൊട്ടിത്തെറികളെ സുധാകരനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ബിപിൻ സി ബാബു ആലപ്പുഴയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഭാര്യയുടെ പീഡന കേസ് വരെ ഒതുക്കി നിങ്ങൾ സംരക്ഷിച്ചതാ. അദ്ദേഹം BJP-യിലേക്ക് പോയി. മധു എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി തിരുവനന്തപുരത്ത് നേരെ BJP-യിലേക്ക് പോയി. അട്ടപ്പാടിയിലുണ്ടായിരുന്ന ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പോയി. കേരളമെമ്പാടും PK ശശി പാർട്ടി വിട്ടു, ഹസ്കർ പാർട്ടി വിട്ടു, ഐഷ പോറ്റി പാർട്ടി വിട്ടു, A സുരേഷ് പാർട്ടി വിട്ടു, അതുപോലെ തന്നെ S രാജേന്ദ്രൻ പാർട്ടി വിട്ടു. ഇങ്ങനെ എത്രയോ ആളുകൾ പാർട്ടി വിടുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് ഇത്തരം ആളുകളൊക്കെ പ്രജി താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ശരി ശ്രീ ജിൻഡോ പൂർത്തിയാ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. അതല്ലേ ഒരു മര്യാദ. തിരിച്ചു മിണ്ടിയാൽ അതൊരു മര്യാദയാണ്. തിരിച്ചല്ലെങ്കിൽ ഞാനും മിണ്ടും. പിന്നെ അത് ഭക്ഷണം പറയും. ബുദ്ധിമുട്ടല്ലേ? താങ്കൾ CPM-ന്റെ പ്രതിനിധി അല്ലല്ലോ. താങ്കൾ CPM-ന്റെ പ്രതിനിധി അല്ലല്ലോ. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. മറുപടി പറയാം. A കാൻഡിയുടെ മകൻ പാർട്ടി വിട്ടു, BJP-യിൽ പോയി. ഞങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടായി? പഞ്ചായത്ത് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് ഈ വിരലില് വോട്ടവകാശം പ്രയോഗിക്കുന്ന ആ മഷി പുരളുന്ന ഒരാളെന്നുള്ള നിലയിൽ ആന്റണിയുടെ മോൻ എന്നുള്ള നിലയിൽ ആർക്കും പറയാമെന്നേ. K കരുണാകരന്റെ മോൾ ഇപ്പൊ എവിടെ ഉള്ളത്? എത്ര നേതാക്കന്മാർ BJP പോയി? നിങ്ങളുടെ വളരെ സമാരാധ്യയായ നേതാവായിരുന്നില്ലേ 3 പ്രാവശ്യം? ഇപ്പൊ എവിടാണ്? പിണറായി വിജയൻ ആയുസ് കൂട്ടാനും 3ാമത് പിണറായി സർക്കാർ വരാനും അതും കൂടെ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യൂ ശ്രീ പ്രജി പ്ലീസ്. അപ്പൊ അങ്ങനെ വലിയ വിഷയമായിട്ടൊന്നും എടുക്കണ്ട. കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പദാസൻ ഞാൻ പറഞ്ഞോട്ടെ. ഇനി ഞാൻ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് അയ്യോ നൊന്തു, ഞങ്ങളെ സുഹൃത്തേന്ന് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കയറ്റി പറയും. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എൻ്റെ പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ലേ? ഞാൻ വല്ലതും പറഞ്ഞോ? അദ്ദേഹം പാർട്ടിയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം നിരീക്ഷകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആ നിരീക്ഷണത്തിനുള്ള എൻ്റെ മറുപടി പറയണമല്ലോ. A ആന്റണിയുടെ മകൻ പോയതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റോ? ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷൻ തോറ്റോ? നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തോറ്റോ? ഞങ്ങൾ തോറ്റില്ലല്ലോ. അപ്പൊ പൊക്കോട്ടെ. പത്മജ പോയതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ, ആർക്ക് വേണമെങ്കിലും പോകാം. പ്രിജിയെ പോലെ ഇതുപോലെ എന്നോട് വെല്ലുവിളിച്ച ഹസ്കർ ഇന്ന് RSP-യിലാ. പ്രിജിയെ പോലെ ഞങ്ങൾക്കെതിരെ സംസാരിച്ച S രാജേന്ദ്രൻ ഇന്ന് BJP-യിലാ. S രാജേന്ദ്രൻ പോയി താങ്കൾ കണ്ടോ? പ്രിജിയെ പോലെ എന്നോട് വെല്ലുവിളിച്ച് സംസാരിച്ച ഞാൻ പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് കേട്ടാണ് മര്യാദകേടാണ്. അയ്യപ്പദാസെ മര്യാദകേടാണ് പറയും. അയ്യപ്പദാസെ ഇദ്ദേഹം എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ ഉന്നയിച്ച പോയിന്റ് ശ്രീ ജിൻഡോ അദ്ദേഹത്തിന് മറുപടി പറയാം. അപ്പൊ പിന്നെ ശ്രീ പ്രജി പറയുന്ന സമയത്തും ജിൻഡോ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? അത് ശരിയല്ല. നമുക്കിനി ആകെ സമയം ഒരു 7 മിനിറ്റ് സമയം ആകെയുള്ളൂ. അതിൽ ശ്രീ ജിൻഡോയുടെ ഊഴമാണ് ഇവിടെ പൂർത്തിയാവേണ്ടത്. ശ്രീ ജിൻഡോ 1 മിനിറ്റ് കൂടെ എടുത്ത് താങ്കൾ ഇത് പൂർത്തിയാക്കൂ. അല്ല, ഞാൻ കേരളത്തിലെ മനോരമയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടുള്ള ഞാൻ ഒരു മര്യാദകേടിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇടപെട്ടിട്ടുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് താങ്കൾക്കില്ലെങ്കിൽ താങ്കൾക്ക് ഇടപെടാം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയന്റെ യോഗ്യത തീരുമാനിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ ആരുമല്ല.
പക്ഷെ പിണറായി വിജയന് പ്രത്യേക പരിഗണനയുണ്ട്, ജി സുധാകരനേക്കാൾ കൂടുതൽ പരിഗണനയുണ്ട്. അതുകൊണ്ട് ടേം വ്യവസ്ഥയും പ്രായ വ്യവസ്ഥയും ബാധകമല്ല എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള മനുഷ്യർ അത് കാര്യത്തിൽ ഒരു സംശയം ചോദിക്കും. കാരണം ജി സുധാകരനെ കുറിച്ച് മാസപ്പടിയില്ല, ലൈഫ് മിഷൻ ഇല്ല, ഗോൾഡ് കടത്തില്ല, അതുപോലെ ലാവ്ലിംഗ് കേസിലെ പ്രതിയല്ല, ഇങ്ങനെ ഒരു ആക്ഷേപമില്ല. അങ്ങനെയുള്ള ആൾക്ക് ഇതൊക്കെയുള്ള ആളുമായിട്ട് നോക്കുമ്പോൾ മറ്റേ ആളാണ് കുറച്ചുകൂടി യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സഖാക്കന്മാർക്ക് പറ്റിയില്ലെന്ന് വരും. ഇനി 15 പേര് പോലും കൂടെ ഇല്ലാത്ത ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുമ്പോൾ, എച്ച് സലാം പറയുമ്പോൾ, ഈ 15 പേര് പോലും കൂടെ ഇല്ലാത്ത ആളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുടുംബത്തോട് കൂടെ പോയി അവിടെ മറ്റേ സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ അതിന് മറുപടി പറയണ്ടേ? അപ്പൊ നിങ്ങളുമായിട്ട് വിയോജിപ്പുള്ള ആളുകൾ മുഴുവൻ രംഗത്ത് വന്ന് നിരന്ന് നിൽക്കണമെന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. അങ്ങനെ വിയോജിപ്പ് പറഞ്ഞതിന്റെ പേരിൽ ടി.പി. ചന്ദ്രശേഖരനെ പാതിരാത്രിക്ക് വെട്ടിക്കൊന്നു കളഞ്ഞ പാർട്ടിയുടെ പേരാ CPM. അപ്പൊ ആളുകൾ എല്ലാവരും നിരന്ന് നിൽക്കണമെന്നില്ല. ആളുകളുടെ അവരുടെ നേതൃത്വം രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയും. ഇനി ഞാൻ ചോദിക്കട്ടെ, എം.ബി. രാഘവനെ കുറിച്ചും ഗൗരിയമ്മനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ. എം.ബി. രാഘവൻ പുഷ്പൻ ജീവിച്ചിരിക്കുമ്പോ അതേ എം.ബി. രാഘവനെ നിങ്ങൾ കൊണ്ടുപോയി പാർട്ടിക്കകത്ത് കൊണ്ടുപോയി പ്രതീക്ഷിച്ചില്ലേ? എം.ബി. രാഘവന്റെ മകനെ കൊണ്ടുപോയി നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ? ജീവിച്ചിരിക്കുന്ന പുഷ്പന്റെ കാലത്ത്, നിങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിച്ച കാലത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും രാഷ്ട്രീയ മര്യാദയില്ല. രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടെടുത്തത് ചോദ്യം ചെയ്ത കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയാം. നിങ്ങൾ ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും പറഞ്ഞത്. ഇന്നെന്താ അവസ്ഥ? ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുകയാണ്. ബംഗാളിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ആകർഷിക്കാൻ ഓൺലൈനിൽ പരസ്യം കൊടുക്കുന്ന ഗതികളിലേക്ക് ബംഗാളിലെ CPM പോയി. 33 വർഷത്തെ ഭരണത്തിന് ശേഷം, ഇവിടെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം പിണറായിലെ പാറപ്പുറത്തുണ്ടായ പാർട്ടി പിണറായി വിജയനോട് അസ്തമിക്കാൻ പോവുകയാണ്. അത് കാണാൻ പോവുകയാണ്. അതിന് നിങ്ങൾ വിരളി കൊണ്ടിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ ഗൂഢാലോചനയല്ല. നിങ്ങളുടെ പാർട്ടിക്കകത്തെ നേതാക്കന്മാർ കൊള്ളാവുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഭാഗമായിട്ടാണ് ജി സുധാകരനെ പോലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ശബ്ദിക്കേണ്ടി വരുന്നത്. ഞാൻ ഒരു കാര്യം ഉണ്ടായി ഇപ്പദാസേ, പറഞ്ഞു ഇവർക്ക് ഇവരുടെ പാർട്ടി വിട്ടുപോയ നേതാവിന്റെ പേര് പോലും മനസ്സിലാകുന്നില്ല. ജി സുധാകരൻ കെ സുധാകരനൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. അത്രത്തോളം ഇവർക്ക് കിട്ടിയ നിറുകന്നലയ്ക്കുള്ള അടിയാണ് ജി സുധാകരന്റെ പത്രസമ്മേളനം. ഇവിടെ തുടർന്ന് അവസരം കൊടുക്കേണ്ട, പുതിയവർക്ക് അവസരം കൊടുക്കണം, ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് എന്താ? ധർമ്മടത്ത് പുതിയ ആളുകൾ വരണ്ടേ? തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയ് മത്സരിക്കുന്ന സ്ഥലത്ത് പുതിയ ആളുകൾ വരണ്ടേ? ഇരവിപുരത്ത് പുതിയ ആളുകൾ വരണ്ടേ? മറ്റു പല സ്ഥലത്തും പുതിയ ആളുകൾ വരണ്ടേ? ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടതിന് കാരണം പിണറായി വിജയന്റെ ഓരം പറ്റി നിന്ന് അഴിമതി നടത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സഹകരണ വകുപ്പിൽ ഇരുന്ന സമയത്ത് അഴിമതിക്കാരെ കൊണ്ട്, തട്ടിപ്പുകാരെ കൊണ്ട് പണം തിരിച്ചടിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തെ ആ വകുപ്പ് എടുത്ത് മാറ്റി അത് കടകംപള്ളി സുരേന്ദ്രന് കൊടുത്തു. അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. അന്നേരം അത് കടകംപള്ളിക്ക് കൊടുത്തപ്പോൾ അയ്യപ്പന്റെ സ്വർണവും കട്ടിളപ്പടിയും സകലതും ദ്വാരപാലക ശില്പം അടക്കം മൊത്തം അടിച്ചുകൊണ്ട് പോയി. പോറ്റിയെ ഇവർ കയറ്റിയിട്ട് അതിനുശേഷം അവിടെ മറ്റേ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ. അപ്പോ ജി സുധാകരൻ പിണറായി വിജയന്റെ മോഷണത്തിന്, കൊള്ളയ്ക്ക്, തട്ടിപ്പിനൊക്കെ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവഗണന ഉണ്ടായത്. അദ്ദേഹത്തിന് സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുത്തുകൊണ്ട് പിണറായി വിജയൻ കണ്ടു ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒരിക്കലും ജി സുധാകരനോട് ഒരു മാപ്പ് പറയാൻ തോന്നാത്തത്, ആ സഖാവിനെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ തോന്നാത്തത്. യഥാർത്ഥ സഖാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ച താഴെ തട്ടിലുള്ള പ്രവർത്തകരോടൊപ്പം നിന്ന നല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ കൂട്ടിപ്പിടിക്കാനായിട്ട് മാപ്പ് പറയാൻ പിണറായി വിജയൻ ശീലിക്കാത്തത് കൊണ്ടാണ് ജി സുധാകരന് പത്രസമ്മേളനം വിളിച്ച് പുറത്തു വരേണ്ടി വന്നത്. ശരി.